തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് പൂര വിളംബരം നടക്കാൻ പോകുന്നു. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിക്കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറക്കും. ശേഷം നിലപാട് തറയിലെത്തി പൂര വിളംബരം നടത്തും. ദിവിഷ് മണിയാണ് പൂരപ്പറമ്പിൽ നിന്ന്. ഒപ്പം മാതൃഭൂമി ന്യൂസിന്റെ വലിയൊരു സംഘവും പൂരാവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി ഉണ്ട്. ദിവിഷ, ആ പ്രധാനപ്പെട്ട ചടങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. രതീഷ്, ഇനി വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ്. ഇപ്പോൾ സമയം 12 മണിയായി. ഏത് നിമിഷവും ആ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകാം. നമ്മൾ പൂരമൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ആവേശവും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ മുതിർന്നവരായിരിക്കും ഇതിൻ്റെ കൂടുതൽ ചിട്ടവട്ടങ്ങളെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവും. പക്ഷേ ചെറുപ്പക്കാർക്കും ഇതൊന്നും അങ്ങനെ അന്യമല്ല. അവരും ഇതൊക്കെ നല്ലപോലെ നോക്കി നടത്തുന്നുണ്ട് എന്ന് നമുക്കിതാ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള ആളുകൾ. പക്ഷെ അവർ ഈ പൂരത്തിൻ്റെ ആവേശം ഒപ്പം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ പൂരം വരുമ്പോൾ തൃശ്ശൂർക്ക് പ്രത്യേകിച്ചൊരു ആവേശമുണ്ട് അല്ലേ? അത് എന്താണ് ആ ഒരു പ്രത്യേക ആവേശം? നിങ്ങൾ ഈ ഇവിടെ കാണുന്നത് തന്നെ ഈ ആവേശം. ഞങ്ങൾക്ക് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബ്ലഡിലുള്ള ഒരു പോലത്തെ ഒരു സംഗതിയാണ്. അതിനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. പൂര ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. എവ്രി ഡേ നമ്മൾ ഇനി 90 ദിവസം, ഇനി 60 ദിവസം, ഇനി 45 ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അത് ഞങ്ങൾ തൃശ്ശൂർക്കാരനെ മാത്രമല്ല കേട്ടോ. ഇപ്പം ഈ ചേട്ടൻ UK-ന്ന് പൂരത്തിന് വേണ്ടി മാത്രം വന്നേക്ക്. എന്താ ഒന്ന് ആലോചിച്ചു, പൂരത്തിന് വേണ്ടി മാത്രം എന്തോരം ഭ്രാന്തുണ്ടാവണം. അത് വല്ലാത്ത UK-ന്നൊക്കെ കാശ് പറയാം. ഇത് തൃശ്ശൂർക്കാരുടെ ഒരു ആവശ്യമല്ല, അതിലും വിലമതിക്കുന്നതാണ് അല്ലേ? അല്ലെ, അത് ചിലപ്പോ പുറത്തെ ജില്ലക്കാർക്ക് തോന്നുന്നു ഈ നട്ടപ്പൊരി വെയിലത്ത് ഇങ്ങനെ വന്നു ഇത് എന്താ. കാസർഗോഡ് വരെ എല്ലാവരും ഇവിടെ ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോളോ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാവരും വന്നിട്ടുണ്ടാവും. ഇതിന് ജാതിയില്ല, മതമില്ല, ജില്ലകളില്ല, സായിപ്പുമാർ വരെ ഉണ്ട്. അപ്പൊ എല്ലാവരും വന്ന് ആഘോഷിക്കാൻ. എന്തുകൊണ്ടാണ് അത് ഇന്റർനാഷണൽ ഫെസ്റ്റിവലായേ? ഇങ്ങനെ വേറൊരു പരിപാടി ഇല്ലല്ലോ. അല്ല, അതിലാണ് ഇപ്പം നമ്മൾ നേരത്തെ ഞങ്ങൾ പറയായിരുന്നു, മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ആ ചടങ്ങിനൊപ്പം മറ്റു കുറേ കലാപരിപാടികളുണ്ടാവും. ഇത് ഇവിടുത്തെ കലാപരിപാടിയും ഇതിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ മാത്രമാണ്, വേറെ ഒന്നുമില്ല. പക്ഷെ അത് തന്നെ നിറഞ്ഞു നിൽക്കുക. 36 മണിക്കൂർ കണ്ടിന്യൂസ് വിത്തൗട്ട് ഒരു ഇന്റർവെല് പോലും ഇല്ലാണ്ട് ശക്തൻ തമ്പുരാൻ ഡിസൈൻ ചെയ്തൊരു പരിപാടിയാണ്. അതിൻ്റെ ഒരു ഭംഗി അത് അന്നാള് 260 ചില്ലറ കൊല്ലം മുമ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ആൾക്കറിയാം ഇതൊരു മാസ പരിപാടിയായിരിക്കും. കാരണം മലയാളികൾ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സിംഫണി നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള ഈ ആനിയും മൈക്കിൾ ജാക്സൺ ഒന്നല്ല, ഞങ്ങൾ തൃശ്ശൂർക്കാരാ. ഞങ്ങളാ കൊടുത്തിട്ടില്ലേ 300 പേര്. 260 ചില്ലറ കൊല്ലം മുമ്പ് 300 പേര് ഒരേ താളത്തിൽ നിന്ന് പിടക്കുക എലഞ്ഞിത്ര മേളം. അന്ന് യാനി കേട്ടിട്ടുണ്ടോ ഈ പരിപാടി? ആലോചിച്ചിട്ട് കൂടി ഉണ്ടാവില്ല ആള് അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പൊ യാനിയുടെ ഫാൻസ് ഞങ്ങളായിട്ട് പെരുക്കും. എന്നാലും ഞങ്ങൾ മലയാളികൾ ലോകത്തിന് കൊടുത്തൊരു സിംഫണിയാണ് അത്, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർ. അത് 300 പേര് ഒരേ താളത്തിൽ 2.5 മണിക്കൂർ നിന്ന് പിടയ്ക്കുക, ഒരു ഗ്യാപ്പും ഇല്ല. അവർക്കൊരു ഇപ്പം നമ്മളെക്കാൾ കൂടുതൽ സ്ട്രെയിനും എഫേർട്ട് എടുക്കുന്ന ആൾക്കാരാണ് മേളക്കാർ. അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സുഖമായിട്ട് നിന്ന് കട വീണ്ടും കൊട്ടും. അത് കഴിഞ്ഞിട്ടല്ലേ കുടമാറ്റത്തിന് തെക്കോട്ടിറക്കം കഴിഞ്ഞ് കുടമാറ്റം, അതിനും അങ്ങനെ നിന്ന് കൊട്ടല്ലേ. അപ്പൊ അതൊരു ഞങ്ങളൊരു പ്രേക്ഷകർക്ക് കാണാൻ മനസ്സിലായി. ഈ തൃശ്ശൂരുകാർ പറയുമ്പോൾ ഒരു ആവേശമാണ് അവരുടെ കണ്ണിലും മുഖത്തും നാവിലും എല്ലാം ഇതുണ്ടോ. ഈ ഇങ്ങനെ പൂരമൊക്കെ ഇത്രത്തോളം ആവേശത്തോടെ കാണുമ്പോൾ ഇത് പുതിയ തലമുറ എങ്ങനെയാണ് ഇത് ആസ്വദിക്കുന്നത് തോന്നുന്നുണ്ട്? ഇതിന്റെ ഒരു കാഴ്ചയുടെ മാത്രം പുതിയ തലമുറ. അയ്യോ സോറി, ഇവിടെ അല്ല. ഞങ്ങൾ ഈ കാണുന്നൊക്കെ യങ്സ്റ്റേഴ്സ്, അത് ഇവരെ പോലെയുള്ളവർ പണ്ട് ആഘോഷിച്ചത് കണ്ടാണ് ഞങ്ങളും സെയിം ട്രാക്കിലാണ് പോണേ. ഞങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇവര് ഞങ്ങളുടെ കാലത്ത് അത്ര വലിയ പ്രായമുള്ള ആൾക്കാരല്ല കേട്ടാ, എന്നാലും പറയാം ഇവര് ഞങ്ങളുടെ കാലത്ത് ഇതേപോലെ നടന്നിട്ടുണ്ട്. എനിക്ക് UK ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പല പൂരങ്ങൾ നടത്തുന്ന പരിപാടി ഉണ്ട് അല്ലേ, വിദേശത്തൊക്കെ. UK നിങ്ങൾക്ക് ഒരു തൃശ്ശൂർ പൂരം നടത്താൻ തോന്നാറുണ്ടോ? അവിടെ നടത്തുന്നുണ്ട്. UK അങ്ങനെ തൃപ്തി വരില്ല. ഒരു സമാധാനം. അവിടെ വള്ളംകളിയും പൂരം ഇതൊക്കെ കൂടിയിട്ട് ഒരിക്കൽ നടത്തും, വർഷത്തിലൊരിക്കൽ ഓണത്തിന്റെ സമയത്ത്. ഇവിടെ വടക്കുന്നതിന്റെ മുമ്പിൽ വന്നു നിന്നാലാണ് പൂരവള് അല്ല എല്ലാ എന്തുണ്ട് ഒരു വിശേഷം? ഇത് തന്നെ വിശേഷം. ഈ വെയിലത്ത് ഇങ്ങനെ നിക്കണം എന്നുണ്ടെങ്കിൽ അതാണ് തൃശ്ശൂർ പൂരം. വേർക്കണമെന്നില്ലല്ലോ ഇത്. പേർക്കുണ്ട്, നല്ലവണ്ണം പേർക്കുണ്ട്. പൂരം അവിടെയൊക്കെ ആളുകളുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ നേരത്തെ കാണുമ്പോൾ ഭയങ്കര ആവേശമായി. ഈ മൈക്കൊക്കെ ചെല്ലുമ്പോഴേക്കും അവരുടെ ആവേശം നടക്കും. ഞാൻ ചൂട് കാരണമാണ് വരാറായോ എന്ന് സംശയമുണ്ടല്ലേ? എന്നാൽ തൃശ്ശൂരിന്റെ ഒരു ആവേശം, ഒരു ശബ്ദം കേൾക്കട്ടെ തൃശ്ശൂരിന്റെ. സിംഫണിയൊക്കെ ശരിയായില്ല, ഒന്നുകൂടി പിടിക്കണം. സിംഫണി ശരിയായില്ല, ഒന്നുകൂടി ആരും ഒരാൾ തുടങ്ങി.